അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ അറബി മലയാളത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ, അതുപോലെ തന്നെ മാലകൾ എല്ലാം അറബി മലയാളത്തിൽ ഉണ്ട്. മുഹീദ്ദീൻ മാല, നഫീസത്ത് മാല, റിഫായി മാല തുടങ്ങി, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ, മൊയ്ൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതെല്ലാം അറബി മലയാളത്തിലാണ് അതിന്റെ രചനകളുള്ളത്. ഈ അറബി മലയാളത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അറബികളും കേരളവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉപോൽപ്പന്നമാണ് അറബി മലയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ അറബികൾ കേരളവുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടതായി പറയപ്പെടുന്നു. എങ്കിലും അറബി മലയാളത്തിന്റെ പിറവിക്ക് കാരണമായി തീരുമാറ് ഒരു സാംസ്കാരിക സമ്മർദ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാം പ്രചാരണത്തിന് മുമ്പുണ്ടായിരുന്നതായി പറയപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാം കേരളത്തിൽ പ്രചരിപ്പിച്ചതായി അനുമാനിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഇവിടെ ഉണ്ടായിരുന്നതിന് ചരിത്രം സാക്ഷി നിൽക്കുന്നുണ്ട്. അത്രയെങ്കിലും പഴക്കം അറബി മലയാളത്തിനും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അറബികളുമായുണ്ടായ സാംസ്കാരിക, വാണിജ്യ, വൈവാഹിക ബന്ധങ്ങളിലൂടെ അറബി മലയാളം രൂപപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. അറേബ്യൻ ഉപദ്വീപിന്റെ വടക്കുഭാഗത്ത് രൂപപ്പെട്ട അറബി സെമിറ്റിക് ഭാഷാ ഗോത്രത്തിലെ പ്രമുഖ ഭാഷയാണ്. ഹീബ്രു, സിറിയൻ, അർമായ, എത്തോപ്യൻ, ഫിനീഷ്യൻ, അക്കേറിയൻ തുടങ്ങിയവയാണ് ഈ ഗോത്രത്തിലെ മറ്റു ഭാഷകൾ. കൂഫി, നെസ്കി എന്നിങ്ങനെ 2 ലിപികളിൽ അറബി എഴുതുന്നുണ്ട്. നെസ്ഖിയാണ് സാധാരണ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. റോമൻ ലിപി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും നെസ്ഖി ലിപിയാണ്. ആ ലിപിയാണ് അറബി മലയാള ലിപിക്കും ആധാരം. ഹിജ്റ 60-ൽ ഭരണത്തലവനായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ഈ സങ്കേതം നടപ്പിൽ വരുത്തിയത്. മരുഭൂമിയിൽ അലഞ്ഞു നടന്നിരുന്ന ഗോത്രവർഗക്കാരുടെ ഭാഷയായിരുന്നു അറബി. മരുഭൂമിയുടെ സംസ്കാരവുമായിരുന്നു അറബി. അലച്ചിലിന്റെ വിരസതയകറ്റാൻ ആദിമ അറബികൾ പാടിയും പറഞ്ഞും നടന്ന പാട്ടുകളും കഥകളുമാണ് പ്രാചീന സൃഷ്ടികൾ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ കവികൾക്കും കവിതകൾക്കും വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഗീതകത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ കാണിക്കുന്ന ഖസീദകളായിരുന്നു പ്രധാനം. വിരഹാർത്തനായ കാമുകന്റെ വ്യാകുലതകളെ കാൽപ്പനികമായി വർണ്ണിക്കുന്ന പ്രണയ ഗീതങ്ങളായിരുന്നു ഇവ. ഖുർആൻ അവതരിച്ചതോടെ അറബി ഭാഷയുടെ ആത്മാവ് ഇസ്ലാമിക സംസ്കാരമായി തീർന്നു. പഴയ ബദൂവിയൻ സങ്കല്പങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമായിരുന്നു ഖുർആൻ അവതരിപ്പിച്ച ആശയങ്ങളും വസ്തുതകളും. അറബികളുടെ ആത്മീയവും ബൗദ്ധികവും വൈകാരികവും വിചാരപരവുമായ പ്രവണതകളെല്ലാം അതിനനുസരിച്ച് ഉടച്ചു വാർക്കപ്പെട്ടു. ഇതിനിടയിൽ അറബി ഭാഷ പദങ്ങൾ പഴയകാല അർത്ഥങ്ങളും ധ്വനികളുമെല്ലാം ഒളിച്ചു കളയുകയും ഇസ്ലാമിക പരികൽപ്പനകൾക്കനുസൃതമായി അർത്ഥങ്ങളും ധ്വനികളും സ്വീകരിക്കുകയുണ്ടായി. പ്രബോധന പ്രവർത്തനം ബാധ്യതയായി ഏറ്റെടുത്തവരാണ് മുസ്ലിങ്ങൾ. ഉദു സംസ്കൃതിയുടെ പ്രബോധനവുമായി അവർ ദേശങ്ങൾ താണ്ടി. ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗങ്ങളെ താലോലിക്കുന്ന ജനതകളോടായിരുന്നു അവർക്ക് ഇടപഴകേണ്ടിയിരുന്നത്. മുസ്ലിങ്ങൾ കടന്നു ചെന്ന അറബി നാടുകളിലെല്ലാം ഈ പ്രതിഭാസം കാണാം. നാം അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ചിലയിടത്ത് അറബികളുടെ സാംസ്കാരികവും ഭാഷാപരവുമായ സമ്മർദ്ദത്താൽ ലിപി പോലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പേർഷ്യൻ ഭാഷ നോക്കുക. ഹിജ്റ 80-ലാണത് ആ ഭാഷ അറബി ലിപിയിൽ എഴുതി തുടങ്ങിയത്. അതുവരെ ഉപയോഗിച്ചിരുന്നത് പഹ്ലി എന്നൊരു ലിപിയിലായിരുന്നു.
ഫഹ്ലി എന്ന് അറിയപ്പെടുന്ന എന്നൊരു പേരിൽ ഒരു ലിപിയിലായിരുന്നു പേർഷ്യൻ ഭാഷ അറബി ഭാഷ വരുന്നതിന് മുൻപ് ഹിജ്റ 80 വരെ ഉപയോഗിച്ചിരുന്നത്. സ്വന്തമായ ഒരു ലിപി ഇല്ലാതിരുന്ന ഭാഷയായിരുന്നു തുർക്കിഷ്. അതിന് അറബി ഭാഷ സ്വന്തം ലിപി സമ്മാനിക്കുകയുണ്ടായി. ആഫ്രിക്കയിലെ ചില ഭാഷകളും മലയൻ ഭാഷയും ഇങ്ങനെ അറബി വൽക്കരിക്കപ്പെട്ടവയാണ്. മാലി ഭാഷക്കും അറബി ലിപിയാണുള്ളത്, ചേർത്തെഴുതാത്ത തരത്തിലാണെന്ന് മാത്രം. സിന്ധി, അതുപോലെ തന്നെ പഞ്ചാബി തുടങ്ങിയ ദേവനാഗിരി ലിപിയിലും നസ്ഖി ലിപിയിലും എഴുതപ്പെടുന്നു. ഹിന്ദി, ഉറുദു ഭാഷകളും അവയുടെ ലിപിയും തമ്മിലുള്ള അടുപ്പവും അകൽച്ചയും ശ്രദ്ധാവഹമാണ്. അറബി മലയാളം പോലെ ഗുജറാത്തി, മറാഠി, തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും അറബി ചേർത്ത് അച്ചടിച്ചും എഴുതിയും വന്നിരുന്നു. കാലാന്തരത്തിൽ അവ ദുർബലമായി പോവുകയാണുണ്ടായത്. പഴന്തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും വ്യതിരിക്തമായി മലയാളം രൂപപ്പെടുന്നതിന് വളരെ മുമ്പാണ് അറബി മലയാളം രൂപപ്പെടുന്നത്. തമിഴിന്റെ പ്രഭാവം ശക്തമായിരുന്ന കാലം മലയാളം, ആധുനിക തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകൾ തിരിഞ്ഞു വന്നത് പ്രസ്തുത ഭാഷയിൽ നിന്നാണ്. അതിനാൽ ആ ഭാഷയിലെല്ലാം കാണുന്ന പദങ്ങൾ ഈ തറവാട്ടു ഭാഷയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അറബി മലയാളത്തിലെ പേർഷ്യൻ പദങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും കണ്ടെത്താവുന്ന കാര്യം ആ പദങ്ങൾ മാപ്പിളമാരുടെ വ്യവഹാരങ്ങളിൽ സജീവമായി നിലനിന്നിരുന്നു എന്നാണ്. ഇവിടെയുള്ള ഇസ്ലാമിക ആത്മീയ സരണികൾ മിക്കവയും പേർഷ്യൻ ഗുരുക്കന്മാരുടേതായിരുന്നു. ഇത്തരത്തിൽ അറബി മലയാളത്തിന് വളരെയേറെ പ്രാധാന്യമാണ് ഇസ്ലാമിലുള്ളത്.